ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് ഇടങ്ങളുണ്ട് അവരുടെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനും സഞ്ചരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും. പ്രതികരിക്കാത്ത പെൺകുട്ടികൾ നല്ലവർ, പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾ അല്പം കുരുത്തം കെട്ടവരെന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന പലരും ഒറ്റയ്ക്ക് കരയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുർബലരാണ് എന്ന് പറയാൻ പറ്റില്ല. അടുക്കളയിലെ സ്ലാബിൻ്റെ മുകളിൽ മൊത്തം ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായി നിന്നുണ്ടാവും. ഈ ഉറുമ്പുകളോട് പൊരുതാനാണ് എൻ്റെ ഭാര്യ നിയോഗിക്കപ്പെട്ടത്. അവൾ ഉറുമ്പുകളോടും അതേപോലെ എന്നോടും ശകാരിക്കാൻ തുടങ്ങി. നമ്മുടെ കുട്ടികൾ ലോകത്തെ കാണുന്നത് ഒരുപക്ഷെ മുതിർന്ന നമ്മളെക്കാളും ഒരു നിരീക്ഷണ പാടവത്തോടെയാണ്. കുട്ടികളിൽ നിന്ന് ഒരുപാട് അറിവുകൾ സ്വീകരിക്കപ്പെടാൻ എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് കഴിയും. സാംസ്കാരിക ബോധമില്ലാത്ത വായന വെറും വിനോദം മാത്രമാണോ? വായനക്കാരൻ്റെ ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ ഒരു എഴുത്തുകാരന്, ഒരു എഴുത്തുകാരിക്ക് എത്രത്തോളം സാധിക്കുമെന്നാണ് കരുതുന്നത്? ഏറ്റവും നല്ല ചോദ്യം. കാരണം വായന ഒരുപാട് മാറിയൊരു കാലഘട്ടത്താണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പണ്ട് MT, മാധവിക്കുട്ടി എന്നിവരെ വായിച്ച ആൾക്കാർ ഇന്ന് നിമ്നയെയും ഇന്നത്തെ തലമുറ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഇന്ന് നിമ്ന വിജയനെ അതേപോലെ അഖിൽ പി ധർമ്മജനെയൊക്കെ വായിക്കുന്ന സമയത്ത് അതൊരു തെറ്റായ വായനയാണ് അല്ലെങ്കിൽ ഉൾക്കാമ്പില്ലാത്ത വായനയാണെന്ന് വിമർശിക്കുന്നവരുടെ അതിനോട് യോജിക്കാൻ അത്ര കണ്ട് നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കാലഘട്ടം മാറി, ജീവിത രീതികൾ മാറി. ഇന്നത്തെ പുതിയ തലമുറ അത് വായിക്കുന്നില്ല എന്ന്, പുസ്തകം വായിക്കുന്നില്ല അല്ലെങ്കിൽ വായന മരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിനർത്ഥമില്ല. കാരണം അവർക്ക് രുചികരമായ വിഭവങ്ങൾ വിളമ്പിക്കൊടുത്താൽ മാത്രമേ അവരിത് സ്വീകരിക്കുകയുള്ളൂ. പഴയ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ വായിക്കൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും വായിക്കുന്നതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ന് കാണുന്ന അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വന്നു. കാരണം എന്ത് എഴുതിയിട്ടാണ് ഈ ഇങ്ങനൊരു അവാർഡ് കിട്ടിയത് എന്ന്. പക്ഷേ ആ പുസ്തകം വായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പഴയ തലമുറ, അതായത് ഓരോരുത്തർക്ക് ഓരോ വിധത്തിലുള്ള രുചികളാണല്ലോ ഇഷ്ടം. അപ്പോൾ അതുപോലെ ഇന്നത്തെ തലമുറയ്ക്ക് പ്രിയപ്പെട്ട രീതിയിലുള്ള പുസ്തകങ്ങൾ എഴുതുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അത് കാരണം അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയുണ്ടായി. പിന്നെ പറഞ്ഞതുപോലെ ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളിവിടെ മുഖ്യാതിഥിയായി നമ്മൾ ക്ഷണിച്ച തസ്ലീമ നസ്രീൻ ഒരു കാലത്ത് 93കളിൽ ലജ്ജ എന്നൊരു നോവൽ എഴുതി അവരെ വധിക്കാനടക്കം ആ ഗവൺമെൻറ്, ബംഗ്ലാദേശ് ഗവൺമെൻറ് അത് ബാൻ ചെയ്ത് അവരെ രാത്രിക്ക് രാത്രി അവിടുന്ന് പലായനം ചെയ്ത് വന്നൊരു സ്ത്രീയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു പുസ്തകം എഴുതിയിട്ട് ഇത്രയൊക്കെ നേരിടേണ്ടി വന്നു എന്ന് ഇന്നത്തെ തലമുറ വായിച്ച് അവർ അതിശയപ്പെടും. കാരണം ഒരുപാട് മാറി അന്നത്തെ സാമൂഹിക പരിസ്ഥിതിയും ഇന്ന് ഒരുപക്ഷെ എഴുതിയാൽ ഒരു സാമൂഹിക മാധ്യമങ്ങളുടെ ടീച്ചർ പറഞ്ഞ പോലെ ഒരു ഗുണമായിട്ടേ നമുക്കൊന്ന് കാണാൻ പറ്റുള്ളൂ. കാരണം അന്നത് മറ്റ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എടുത്തു എന്നുള്ളതാണ്. മറ്റുള്ള ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് രേഖപ്പെടുത്താനുള്ള വഴികളുണ്ടായിരുന്നില്ല. അപ്പം അന്ന് അവർ കൊളുത്തിവെച്ച ഒരു തിരി, അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരിരുന്ന് എഴുതിയ അവരുടെ ചിന്താശകലങ്ങളെ ഒരു പുസ്തകമാക്കി മാറ്റി ജനങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തിപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു നിലവിളി അല്ലെങ്കിൽ ഒരു സ്ലാപ്പായിട്ട് നമുക്ക് കാണാം. പക്ഷേ അന്ന് അവരെ സ്വീകരിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരികയും അവരവിടെ വന്നിരുന്ന്, പക്ഷെ അവരുടെ ആ യാത്ര അവിടെ അവസാനിച്ചില്ല. പിന്നീട് അവർ 7 ഭാഗങ്ങളായിട്ട് അവരുടെ ആത്മകഥകൾ പ്രസിദ്ധീകരിച്ചു. ഇതെല്ലാം തന്നെ ബംഗ്ലാദേശ് ഗവൺമെൻറ് ബാൻ ചെയ്യാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു എഴുത്തുകാരി അതൊക്കെ തടഞ്ഞോ? ഇല്ല. പിന്നെയും അവർ മുന്നോട്ട് വന്നു, വീണ്ടും ലജ്ജ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാരുടെ മുന്നിലെല്ലാം തന്നെ ഒരു തീപ്പൊരിയായി നിന്ന് തുടങ്ങിയ സ്ഥലത്ത് വലിയൊരു പ്രസ്ഥാനം പോലെ മാറി. അവർ ഉറച്ച ആ മണ്ണിൽ കാല് ചവിട്ടി തന്നെ നിന്ന് അവർക്ക് പറയാനുള്ളത് അവർ പറയുക തന്നെ ചെയ്തു. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ഈ ഒരു 2026 നമ്മൾ അവരെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തയുടെ ശക്തി അല്ലെങ്കിൽ അവർ കൊളുത്തിവെച്ച ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ തുറന്നു പറച്ചിലിൻ്റെ ആ നിർഭയത്വത്തിൻ്റെ എല്ലാം ഒരു ആകെക്കൂടെ തുകയല്ലേ അത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് ഉദാഹരണമാണ് നമുക്ക് വേണ്ടത്? ഈ ഒരു പൊതുസമൂഹത്തിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് എന്ത് ചെയ്യാനാവും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനാകും? ഒരുപക്ഷെ അവർ നൽകിയ വില വളരെ കൂടുതലായിരിക്കാം, പക്ഷെ ഇന്നും അവർക്കുള്ള ആ ഒരു സ്ഥാനം മറ്റൊരു എഴുത്തുകാരന്, ഇപ്പോൾ സൽമാൻ റുഷ്ദിയാണ് അതുപോലെ സംഭവിച്ചൊരു എഴുത്തുകാരൻ, അതുപോലെ ശക്തമായ നിലപാടുകൾ കാരണം ലോകശ്രദ്ധ ആകർഷിച്ച മറ്റൊരു എഴുത്തുകാരൻ. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല, അല്ലെങ്കിൽ നേരം പോക്കല്ല. തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്വം അവരുടെ തോളുകളിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം തന്നെയാണ്.
പക്ഷെ അത് വായിക്കുകയും അതിനെ വേണ്ട രീതിയിൽ ഉദ്ഘോഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതിനൊരു ഒരു അർത്ഥമുണ്ടാകുന്നത്. താങ്ക് യു. ശ്രീകുമാർ എരുവട്ടി, വായന ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് മാറുമ്പോൾ ഭാഷയുടെ സൗന്ദര്യത്തേക്കാൾ വേഗതയ്ക്കും ലളിതവൽക്കരണത്തിനും വായനക്കാർ മുൻഗണന നൽകുന്നുണ്ടോ? വായന ഇപ്പോൾ എൻ്റെ ഒരു വായനയുടെ ഏകാഗ്രത ഒരു സാധനത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് നമ്മളെ ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിടയിലായിരിക്കും നമ്മൾ സമയം കണ്ടെത്തിയിട്ടൊരു പുസ്തകം വായിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു 5 പേജൊക്കെ വായിച്ച് കഴിഞ്ഞതൊന്നും നമ്മുടെ തലയിലേക്ക് കയറില്ല. അത് വീണ്ടും വായിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിലവിലുണ്ട് എന്നെ സംബന്ധിച്ച്. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ എഴുതി തീർന്ന പുസ്തകം വായനക്കാരൻ്റെതാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഇപ്പോൾ എഴുതി തീർന്നു കഴിഞ്ഞാലും എഴുത്തുകാരൻ അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. കാരണം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ഒരു ബാബു എബ്രഹാം, ഇദ്ദേഹം ഒരു മെസ്സഞ്ചറിൽ എനിക്ക് ആദ്യം ഒരു മെസ്സേജ് അയച്ചു. അതായത് അഷ്ടമൂർത്തിയുടെ ക്യൂറേറ്റർ എന്ന പുസ്തകത്തിനെ കുറിച്ചിട്ട് ഞാനൊരു റിവ്യൂ എഴുതിയത്. അപ്പോൾ ഇദ്ദേഹം എനിക്കൊരു മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു, കോട്ടയത്ത് ഇന്ന സ്ഥലത്താണ് എൻ്റെ പുസ്തക പ്രകാശനമുണ്ട്, ശ്രീകുമാറിന് പറ്റുമെങ്കിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റിയില്ല. പക്ഷെ അന്ന് തുടങ്ങിയൊരു അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ ഒരു സാഹിത്യം ഒരുപാട് അതിൻ്റെ കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ 75,000 കോപ്പി ഇന്ന് ഒരു വർഷത്തിനുള്ളിൽ 75,000 കോപ്പി പോവുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ, ടീച്ചർ പറഞ്ഞതുപോലെ നിമ്ന വിജയൻ്റെയും പുസ്തകം വായന നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് വായിക്കണം, അത്രയും വിപണനവും നടക്കുന്നുണ്ട്. എന്ത് വായിക്കണം എന്നുള്ളൊരു വല്ലാത്ത കൺഫ്യൂഷനിലാണ് വായനക്കാരൻ. ഇതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു. ശ്രീ രാജൻ പാനൂർ, സ്വന്തം അനുഭവങ്ങളെ എഴുത്തിലേക്ക് മാറ്റുമ്പോൾ അത് വായനക്കാരന് അന്യമായി പോകാതിരിക്കാൻ അങ്ങ് സ്വീകരിക്കുന്ന രചനാ തന്ത്രങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? എഴുത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബ്ദത്തിൻ്റെ ചിത്രരചനയാണ് എഴുത്ത് എന്നാണ് ആദ്യം വോൾട്ടയർ പറഞ്ഞത്. പിന്നെ ഹൃദയത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പേപ്പറിലുള്ള ആവിഷ്കാരമാണ് എഴുത്ത് എന്ന് വേഴ്സ്വർത്തും പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഈ ഹൃദയത്തിനാണ് പ്രാമുഖ്യമെങ്കിലും എഴുത്ത് എന്നത് വരുന്ന തലച്ചോറിൽ തന്നെയാണ്. തലച്ചോറിൽ നമ്മുടെ ഭാവന മാത്രം തലച്ചോറിലെ പല ഘടകങ്ങളുണ്ട്. ഓരോ പ്രോസസ്സും നിയന്ത്രിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നിയോ കോർട്ടക്സ് എന്ന ഭാഗമാണ് ഭാവനയെ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഒരു ഭാഗമാണ് പഴയ ഓർമ്മകളെയും പുതിയ ആശയങ്ങളെയും കൂട്ടിയിണക്കുന്നത്. അപ്പോൾ എനിക്ക് പുതിയ ആശയങ്ങളും അനുഭവങ്ങളും കൂട്ടിയിണക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെൻ്റെ തലച്ചോറിൻ്റെ എന്തോ ഒരു ദൗർബല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുകയാണോ? വായിച്ചത് മേലേക്ക് എന്ന രൂപത്തിൽ തലച്ചോറിൽ അട്ടിയിട്ട് വെക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങൾ തേടി പോവുകയാണോ വേണ്ടത്? ഒക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും വായനക്കാരനെ കാണുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങ് മാത്രമാണ് എഴുത്ത്. അതിനുശേഷമാണ് അതിൽ പല ഘടകങ്ങളും വന്നു ചേരുന്നത്. അതായത് സമൂഹത്തിന് എന്തുമാത്രം ഉപകരിക്കുന്നു, വായനക്കാരനെ എന്ത് സ്വാധീനിക്കുന്നു, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ എഴുതുന്ന ഘട്ടത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ സ്വാർത്ഥതയിലധികം, അത് തുറന്നു പറയാണ്, എൻ്റെ സ്വാർത്ഥതയിലധികം ഞാൻ മറ്റാരെയും കാണാറില്ല. ഒരുപക്ഷെ ഇപ്പം ശ്രീകുമാർ പോലെ കമ്പനി കണ്ടത്തെ കൽഭരണികളൊക്കെ ഏതാണ്ട് 1,00,000 പിന്നിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കോപ്പികൾ വിറ്റഴിക്കുന്ന പുസ്തകം എല്ലാവർക്കും എഴുതാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ അതെപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? എനിക്ക് പറ്റാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് എൻ്റെ എഴുത്തെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ലതീഷ് ബാബു മുഴപ്പാല, സാഹിത്യത്തിലെ പരീക്ഷണങ്ങൾ വായനക്കാരന് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ എഴുത്ത് പരാജയമാണോ?
വായനക്കാരൻ്റെ നിലവാരത്തിനനുസരിച്ചാണോ എഴുത്തുകാർ മാറേണ്ടത്? നല്ല ചോദ്യം. എഴുത്ത്, വായന എന്ന് പറയുമ്പോൾ വായനയില്ലാതെ എഴുത്തില്ല. ബെന്യാമിൻ പറഞ്ഞതുപോലെ 100 പുസ്തകങ്ങൾ വായിച്ചാലാണ് ഒരു പുസ്തകം എഴുതാൻ കഴിയുക. അപ്പോൾ പരന്ന വായന എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അത്രയും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ സമകാലിക സംഭവങ്ങളുമായി ഏറ്റവും കൂടുതൽ അതിനോട് റിയാക്ട് ചെയ്യുന്നത് എഴുത്തുകാർ തന്നെയാണ്. പക്ഷേ ആ എഴുത്തുകൾ ഒക്കെ വലിയൊരു തുറന്ന എഴുത്തുകളായി നമ്മുടെ സമൂഹത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. വലിയ വിഭാഗം എഴുത്തുകാർ ഇന്നും ഭയപ്പാടിൻ്റെ ഒരു തലത്തിലാണ്. എഴുത്ത് എന്ന് പറയുമ്പോൾ KR മീര പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ നിന്നാണ് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പരുവപ്പെടുത്താൻ സാധിക്കുക. അത് എന്നെ സംബന്ധിച്ച് സത്യമാണ്. കാരണം അത്രയും സങ്കടകരമായ, വിഷമകരമായ അവസ്ഥയിൽ നിന്നാണ് എൻ്റെ എഴുത്തിനെ ഞാൻ പരുവപ്പെടുത്തിയത്. നമ്മളടുത്ത് നമ്മുടെ ഈ സമകാലിക സംഭവത്തെ ഊന്നിക്കൊണ്ട് തന്നെ പലരും പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ സോമൻ കടലൂർ എഴുതിയ 3-4 വരികളാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. നെല്ല് കുത്തിയതാരാണ്, അപ്പം അരി പൊടിച്ചതാരാണ്, അപ്പൻ ചുട്ടതാരാണ്, എങ്കിൽ ഈ അപ്പം തിന്നേണ്ടത് ആരാണ്? അപ്പോൾ അതിന് മറുപടിയായി പറയുന്നത്, അപ്പവുമില്ല നിനക്ക്, അപ്പക്കോലുമില്ല നിനക്ക് എന്നാണ് അതിൻ്റെ മറുപടിയായിട്ട് കവി അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ അത് സമകാലിക ജീവിതവുമായി എപ്പോഴും എഴുത്തുകാർ സംവദിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. എൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാനൊരു കഥ എഴുതി, അത് എൻ്റെ 2ാമത്തെ കഥാസമാഹാരത്തിലാണ് ആ കഥ ഇത് പ്രസിദ്ധീകരിച്ചത്. അതിനു മുമ്പേ അത് കഥാമാസികയിൽ പ്രസിദ്ധീകരിച്ച കഥയാണ്. അതിൽ ബിഷപ്പ് ഫ്രാങ്കോവായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് ഉരുത്തിരിഞ്ഞ സംഭവവികാസങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കഥയാണ്. അപ്പോൾ എന്നോട് ആ ഒരു എഴുത്ത്, ആ ഒരു കഥ എഴുതാനുള്ള പ്രേരണ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, പള്ളിയിൽ അച്ഛൻ പാപം ചെയ്താൽ അതിന് ആ പള്ളിയിലച്ഛൻ കുമ്പസാരിക്കേണ്ടത് ആരെയാണ് എന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ മനസ്സിനെ വല്ലാത്ത ഒരു ചോദ്യത്തിലേക്ക് നയിച്ചു. അവിടെ പള്ളിയിലച്ഛന്മാരും പാപം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പള്ളിയിലച്ഛന്മാർ ഇത് പാപം ചെയ്ത് കഴിഞ്ഞാൽ കുമ്പസാരം നടത്തേണ്ടത് മെത്രാന്മാരുടെ മുമ്പിലാണ്. പക്ഷേ ഇദ്ദേഹം മെത്രാൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചില്ല. പകരം ആ സമൂഹത്തിൽ അദ്ദേഹത്തിന് തോന്നിയ ഏറ്റവും നല്ല സ്ത്രീ അവരുടെ മുമ്പിൽ പോയിട്ടാണ് ഈ പള്ളിയിലച്ഛൻ അദ്ദേഹത്തിൻ്റെ പാപഭാരം ഇറക്കി വെച്ചത്. ആ കഥയുടെ പേര് തന്നെ പാപഭാരം എന്നായിരുന്നു. അതാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ശ്രീ അജിത് കുവോട്, പ്രതിരോധത്തിൻ്റെ ഭാഷ പലപ്പോഴും പരുക്കനായിരിക്കും. സാഹിത്യത്തിൻ്റെ കലാപരമായ മൂല്യം നഷ്ടപ്പെടാതെ എങ്ങനെയാണ് എഴുത്തിനെ ഒരു സമരമാക്കി മാറ്റാൻ കഴിയുന്നത്? അതിലാദ്യം വേണ്ടുന്നത് എഴുത്തിനെ സ്നേഹിക്കുക, അക്ഷരങ്ങളെ സ്നേഹിക്കുക. ആ അക്ഷരങ്ങൾ ഏതേത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുക. അതിനനുസരിച്ച് എഴുതുമ്പോൾ തീർച്ചയായും അത് ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിൽ പ്രതിരോധങ്ങൾ തീർക്കുന്നതും മറ്റൊക്കെ പിന്നീട്
തനിയെ അതുവഴി ഇങ്ങനെ വരുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ ഇതോടൊപ്പം എനിക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞതും ഇവിടെ ശ്രീകുമാർ പറഞ്ഞൊക്കെ വായനയുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സാഹിത്യവേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ് വായന മരിച്ചുപോയോ എന്നൊക്കെയുള്ള ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർ റീല് ചെയ്യുന്നു, പുസ്തകം വായിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് റീല് ചെയ്യുന്നു. അപ്പോഴാണ് കുട്ടികൾ വന്ന് ചോദിക്കുന്നത്, ടീച്ചറെ അതൊന്ന് വായിക്കാൻ കിട്ടുമോ, ആ പുസ്തകം കിട്ടുമോ എന്ന്. അപ്പോൾ ആ മാർക്കറ്റിംഗ് തന്ത്രമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടെ നമുക്ക് വായനയെ ആകർഷകമാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അല്ലേ, അങ്ങനെയല്ലേ പലതും പരസ്യം വരുന്ന, ഇപ്പം നമ്മൾ പോലും സ്വയം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടെ വേണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. താങ്ക് യു. പ്രിയ വി, പുതിയ കാലത്തെ സാഹിത്യത്തിൽ പ്രമേയങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടോ? സർഗാത്മകതയിൽ പുതിയൊരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ എന്താണ് മാർഗം? നല്ലൊരു ചോദ്യമാണ്. പുതിയകാല സാഹിത്യത്തിൽ ആവർത്തിക്കപ്പെടുന്ന പ്രമേയമൊന്നും കാണുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ. ഇപ്പോൾ പഴയകാല സാഹിത്യം വായിക്കുന്നു, ക്ലാസിക്കൽ വായിക്കുന്നു, ഇപ്പോഴത്തത് വായിക്കുന്നു. ഇപ്പം മനീഷ് മുഴക്കുന്ന് തന്നെ ഇവിടെയുണ്ട്, എഴുത്തുകാരൻ. അവരുടെ പുസ്തകം കീളുവാരങ്ങൾ എന്ന പുസ്തകം. അപ്പം അതിലൊന്നും ഒരു ആവർത്തിക്കപ്പെടുന്ന പ്രമേയമൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം പറയും, നിങ്ങൾ ആദിവാസികളെക്കുറിച്ച് ആദ്യം മുന്നേ എഴുതിയ നെല്ല് വത്സല ടീച്ചർ എഴുതിയിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യം വരും. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടാണ് മനീഷ് മുഴക്കുന്നിൻ്റെ ആ രചന എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ടീച്ചർ ഇവിടെ ഉദാഹരണം പറഞ്ഞു തപോമയുടെ അച്ഛൻ. അപ്പോൾ അതിലൊന്നും നമ്മൾ ഒരു ആവർത്തനവും നമ്മൾ കാണുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ചില ആവർത്തനങ്ങൾ ഈ എഴുതിക്കൊണ്ട്, ഇപ്പോൾ ചില എഴുത്തുകാരുടെ പേര് പറയുന്നില്ല, റൈറ്റേഴ്സ് ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതേ ആവർത്തനം ചില പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ സാഹിത്യങ്ങൾ, പഴയ സാഹിത്യം ഈ പുതിയ കാലത്തെ സാഹിത്യ പ്രമേയങ്ങളിൽ പുതുമ തന്നെയാണ് ഇന്നത്തെ സാഹിത്യകാരന്മാരെല്ലാ രചനകളിലും കൊണ്ടുവരുന്നത്. ഓക്കെ, താങ്ക് യു. മീര കൊയ്യോട്, വായനയിലൂടെ നേടിയ സംസ്കാരം പ്രായോഗിക ജീവിതത്തിൽ പകർത്തുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് കരുതുന്നത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വായന എനിക്ക് അനുഭൂതിയുടെ ഒരു ലോകം തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം വായനയിലൂടെ എനിക്ക് കിട്ടിയ എൻ്റെ ഒരു ഊർജമുണ്ട്. ആ ഊർജം എനിക്ക് എൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് എനിക്ക് പകർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, സ്ത്രീപക്ഷ നോവലുകളൊന്നും തന്നെ ഒരു വിലാപകാവ്യമായിട്ട് മാറുന്നുണ്ട്, പ്രതികരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുന്നില്ല സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ വായനയിലൂടെ എനിക്ക് ഈ വ്യവസ്ഥിതിയോടും ഈ സാമൂഹ്യ നീതിയോടും പ്രതികരിക്കാനുള്ളൊരു ഊർജം എനിക്ക് വായനയിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വായനയെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ എത്ര പുരോഗമന സമൂഹമായാൽ പോലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയെ മറികടക്കാൻ വേണ്ടി വായനയിലൂടെ കഴിയുന്നുണ്ട്. ആ വായനയിലൂടെ മാത്രമല്ല, ആ സാമൂഹ്യ ജീവിതത്തിലേക്കും ആ സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സമൂഹത്തിലുള്ള, ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു പുരോഗമന സമൂഹമാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു അരാഷ്ട്രീയതയുടെ പൊതുബോധം എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പ്രത്യേകിച്ച് ഈ വർത്തമാന കാലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഒരു എഴുത്തുകാരൻ എഴുത്തിലൂടെ എങ്ങനെ പ്രതിരോധിക്കണം, അതുപോലെ ഒരു വായനക്കാരൻ ആ എഴുത്ത് വായിച്ചിട്ട് ആ വായനയിലൂടെ എങ്ങനെ ആ അരാഷ്ട്രീയതയെ പ്രതിരോധിക്കാൻ ഒരു വായനക്കാരനാവും എന്ന് ഒരു വായനയിലൂടെ, ഇത്തരത്തിലുള്ളൊരു വായനാ ജീവിതത്തിലൂടെ എനിക്ക് അത് ബോധ്യമായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി തന്നെയാണ് വായന, എഴുത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. നമ്മൾ 2 ഘട്ടത്തോളമായി ഈ ഒരു 9 പേരുടെ വായനയും എഴുത്തും ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി സദസ്സിലുള്ളവർക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരോട്, വായനക്കാരോട് തങ്ങളുടെ സംശയങ്ങളും തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാവുന്നതാണ്. സജീവമായൊരു ചർച്ചയാണ്, വളരെ നല്ല ഒരു അഭിപ്രായം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ രാജുമാഷോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ നമ്മളെ ഇതിൽ നമ്മൾ പറയുന്ന കുട്ടികൾ സാഹിത്യത്തെയൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, കുട്ടികൾക്ക് പൊതുവായിട്ട്
പിന്നെ എക്സെപ്ഷൻ കേസ് എല്ലാം ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് പൊതുവായിട്ട് തന്നെ വായനയോടുള്ള ആഭിമുഖ്യം കുറയുന്നു. അവർക്ക് അതിനോടുള്ള അറിയാനുള്ള വാഞ്ച, ജിജ്ഞാസ വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു നിരീക്ഷണം. അത് എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികൾ വെറും ഡിജിറ്റൽ ഇതിൽ രംഗത്തേക്കാണ് അവർ 90% കുട്ടികൾ ആ തരത്തിലാണെന്ന് തോന്നുന്നുണ്ട്. വളരെ ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട്. ഞാൻ ഈ കുട്ടികളെ നിരന്തരമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളാണ്, പലയിടത്തും പോകുന്ന ഒരാളാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ അങ്ങനെയാണ്. അപ്പം അതിലും രാജുമാഷ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. ഈ 2026 മാർച്ച് 15 ഐക്യരാഷ്ട്ര സഭ UNO പുറത്തിറക്കിയ ഒരു കമ്മ്യൂണിക്കെ ഉണ്ട്. അതിൽ വേൾഡ് ഹാപ്പിനെസ് ഡേയെക്കുറിച്ചാണ്. വേൾഡ് ഹാപ്പിനെസ് ഡേ മാർച്ച് 20 തീയതി. അന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷഭരിതമായ സമൂഹം എന്ന് പറഞ്ഞത് ഏത് രാഷ്ട്രമാണ്? ഫിൻലാൻഡാണ്. അപ്പോൾ ഈ ഫിൻലാൻഡിലെ ലോകത്തിലെ നമുക്ക് 116 സ്ഥാനമേ നമ്മുടെ രാഷ്ട്രത്തിനുള്ളൂ. അതിനുശേഷം ഇവർ സമ്മപ്പ് ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നത്, നമ്മുടെ കുട്ടികൾ, ലോകത്തിലെ കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് മൊബൈലുകളിൽ ഒരു ദിവസം ശരാശരി 5 മണിക്കൂർ നേരം ഇത് കാണുന്നൊരു ദുരവസ്ഥയുണ്ട്. അങ്ങനെ കാണുന്ന കുട്ടികളിൽ ഒരു 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളെ പെൺകുട്ടികൾ എന്നാണ് അഭിസംബോധന ചെയ്ത്, അവർ തീർത്തും ആശങ്കാകുലരും അസ്വസ്ഥരുമാണ് എന്നാണ് അവരുടെ ജീവിതം തുടർന്നു പോകുന്നത്. അത് പരിഹരിക്കപ്പെടണം എന്ന ഒരഭിപ്രായമാണ് അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, സാമൂഹ്യ മാധ്യമങ്ങളോട് അമിതമായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരവസ്ഥ നമ്മുടെ നാട്ടിലും വളരെ സജീവമാണ്. പെട്ടെന്നൊന്നും പിടിച്ചു പറിക്കാനൊന്നും കഴിയില്ല. വളരെ ആസൂത്രിതമായി നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും അതേക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അവരിലേക്കാണ് ഒരു ദിവസം അരമണിക്കൂർ നേരമെങ്കിലും പുസ്തക വായന ശീലമാക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതുമുണ്ട്. അത് ഉത്തമം പറഞ്ഞത് വളരെ ശരിയായ ഒരു വസ്തുത തന്നെയാണ്. കുട്ടികൾ വളരെ താല്പര്യപൂർവ്വം പുസ്തകം വന്നെടുത്ത്, ഇപ്പോൾ തലശ്ശേരി താലൂക്ക് നടത്തിയ ഒരു പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വായനാ ചാലഞ്ച്. ഒരുപാട് വായനശാലകളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും വലിയൊരു വായനാ സമൂഹത്തിലേക്ക് വായിച്ച കുട്ടികളുടെ കുറിപ്പുകൾ നൽകപ്പെടുന്ന ഒരു സമൂഹം സജ്ജമായിട്ടില്ല. ശരിയാണ്. അപ്പോൾ നമ്മൾ പുതിയ തലമുറയിലുള്ള കുട്ടികളാണ് വായിക്കപ്പെടേണ്ടത്. പുതിയ തലമുറയിലെ കുട്ടികളാണ് വായിക്കപ്പെടേണ്ടത്. പുതിയ തലമുറ എന്ന് മാത്രമല്ല, കുട്ടികളാണ് വായിക്കപ്പെടേണ്ടത്. അതിലൂടെ മാത്രമേ ഒരു വായനാ സംസ്കാരം വളർന്ന് പടിപടിയായി വളരുകയുമുള്ളൂ. പക്ഷേ ആ സാഹചര്യം ഒന്നുകൂടി ശക്തമായി ഒരുക്കാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ, ഗ്രന്ഥശാല പ്രവർത്തകർ, നമ്മുടെ പൊതു സമൂഹത്തിലെ എല്ലാ വിഭാഗവും ഒരുമിച്ച് ചേർന്ന പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ ഓടി ചാടി വന്ന് ഈ പുസ്തകം എന്ന് പറയുന്ന നമ്മുടെ കുട്ടിക്കാലം ആകെയുള്ള ഒരു ആശയപരമായ കണ്ടെത്തലുകൾക്ക് പുസ്തകമായിരുന്നു അന്ന് സ്വാധീനിച്ചു. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ശങ്കറിൻ്റെ സുജാതയും കാട്ടാനിയും എന്നൊരു പുസ്തകം, അതിൻ്റെ കൗതുകവും അതിൻ്റെ മനോഹാരിതയും, ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ എടുത്തു വെച്ച് ഇന്നും മനസ്സിൽ മായാതെ അത്തരം അതിൻ്റെ ചിത്രം തന്നെ ഭയങ്കര ചിത്രം തന്നെ അത് അങ്ങനെയുള്ള പുസ്തകങ്ങളായിരിക്കണം ഇന്നും പുറത്തു വരേണ്ടത് ബാലസാഹിത്യത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് ക്ലാസ് മുറികളിൽ അധ്യാപകർ ഒരുക്കുന്ന ഇത്തരം ആശയവിനിമയ വേദികൾ, അതിന് സമയമില്ലാതെ കൊണ്ട് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഗുരു നിത്യചൈതന്യേതി 2014 പറഞ്ഞൊരാശയമുണ്ട്. പരിവർത്തിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലെ ഒരാശയമുണ്ട്. വീട്ടിൽ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ഒരു അരമണിക്കൂർ നേരമെങ്കിലും മാതാവ്, പിതാവ്, കുട്ടികൾ, മുത്തച്ഛൻ, മുത്തശ്ശി ഉള്ളവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഗൃഹസദസ്സുകൾ ഒരു അരമണിക്കൂർ നേരമെങ്കിലും നടത്തണമെന്ന് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞ് വീടിനെ ഒരു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടക്കുന്ന ഒരു വേദിയായി നമ്മുടെ ഗൃഹാന്തരീക്ഷം മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടണം.
കുട്ടികൾ മാത്രമല്ല വായിക്കേണ്ടത്, അച്ഛനും അമ്മയും മുത്തശ്ശന്മാരുടെ ഒക്കെ വായിക്കുന്ന ഈ അരമണിക്കൂർ നേരമെങ്കിലും പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ചർച്ച നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ നടക്കുകയാണെങ്കിൽ കുറേ കൂടി വായനാ താല്പര്യം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് രണ്ട് ചെറിയ ചോദ്യം കൂടി ചോദിക്കുന്ന പ്രശ്നമുണ്ടോ? അല്ല, നമ്മൾ ഇതിൽ ആരാ അത് പറഞ്ഞതെന്ന് എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വായനക്കാർക്കൊപ്പം പോകണം എന്നുള്ള ഒരു ഇത് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതൊരു ആ കാഴ്ചപ്പാട് അത്ര ഒരു പോസിറ്റീവായ കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം നിമ്നാവിജയനും മറ്റുള്ള ഇതൊക്കെ പറയുമ്പോഴാണ് പറഞ്ഞത്. ഇപ്പോൾ വായനക്കാരോടൊപ്പം പോകുന്നതല്ല, നമ്മളെ ഐഡൻറ്റിഫിക്കേഷൻ, നമ്മളെ അടയാളപ്പെടുത്തലാണല്ലോ. ഒരു എഴുത്തുകാരെന്ന് പറയുന്നത് അയാളുടെ അടയാളപ്പെടുത്തലാണ്. അപ്പോൾ അത്ര ഇപ്പോൾ കേർമീരൻ പറഞ്ഞു, അതുപോലെ സാറാ ജോസഫിനെ കുറിച്ച്, സാറാ ജോസഫിൻ്റെ ബുധിനി പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയെക്കുറിച്ച് അറിയേണ്ടെങ്കിൽ വായിച്ച് കൊള്ളണം എന്നുള്ളതിനാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ തരത്തിൽ എഴുതണമെന്നുള്ളതാണ്. ആ തരത്തിൽ എഴുതാനുള്ള ഇതായിരിക്കണം ഒരു പക്ഷേ എഴുത്തിൻ്റെ ഇത്. അല്ലാതെ നമ്മൾ കുറേ ആളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എഴുതേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട ആളാണ്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. വായനക്കാരുടെ ഒപ്പം പോകണം എന്നല്ല പറഞ്ഞത്. അതായത് വായനക്കാർ പല തരത്തിലുണ്ടല്ലോ സാർ. ഇപ്പോൾ ബുധിനി എന്ന് പറയുന്ന പോലൊരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് ഒരു പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ അവർ വായിച്ചോളണം എന്നില്ല. ഒരു പക്ഷേ ആഫ്റ്റർ ഒരു 10 years ഇന്നത്തെ ഒരു ടീനേജിലുള്ള ഒരു കുട്ടി അവൻ്റെ 30കളിലോ 40കളിലോ അവനത് വായിച്ചു തുടങ്ങിയാൽ ഒരിക്കലും വായന നിർത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, ഇന്നത്തെ പുതിയ ജനറേഷനെ വായന മരിക്കുന്നു, പുതിയ കുട്ടികൾ സാറ് തന്നെ പറഞ്ഞല്ലോ വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മുടെ കാലത്ത് ഞാൻ വായിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് വേറൊരു ഇതാണ്. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ഇതായിരുന്നു. അത് വായിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, വായിക്കുന്നുണ്ട്, പക്ഷേ വളരെ സാർവത്രികമല്ല. ഇതാ പറഞ്ഞത്. അപ്പം അത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പം അവരുടെ ആമുഖത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, എൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു അഗാധമായിട്ടുള്ളൊരു സാഹിത്യ മനീഷിൻ്റെ പുസ്തകം വായിക്കണ്ട. ഇന്ന് കാണുന്ന ചെറുപ്പക്കാർ അനുഭവിക്കുന്ന ജീവിതമാണ് ഞാൻ എഴുതുന്നതെന്ന് എഴുത്തുകാരി തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇത്രയും വിജയിച്ചതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ഇന്നത്തെ തലമുറ ജീവിക്കുന്ന ജീവിതമാണ് അവർ എഴുതിയത്. ഒരുപക്ഷെ ഇത്രത്തോളം തുറന്ന ഒരു എഴുത്ത് ആരും, അനുഭവങ്ങൾ പലതാണ്. പണ്ടത്തെ കാലത്തുള്ള അനുഭവങ്ങളല്ല ഇന്നത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല ഘട്ടങ്ങളും അവർ തുറന്ന് എഴുതി എന്നുള്ളതാണ്. ആ തുറന്ന് എഴുത്താണ് സത്യം പറഞ്ഞാൽ വായനക്കാരെന്ന് ചേർത്ത് പിടിച്ച. വായനക്കാരെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു സ്റ്റേജിലുള്ള ആൾക്കാരല്ല അത് ആദ്യം വായിച്ചത്. അത് ടീനേജിലും അതുപോലെ ഒരു 20s കുഞ്ഞുങ്ങളാണ് അത് ആദ്യം വായിച്ചത്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് ഫാൻറ്റസി ആയിരുന്നില്ല. അത് മൊത്തം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളുടെയൊക്കെ മക്കൾ ആരെങ്കിലുമൊക്കെ പുറത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, മിക്കവാറും അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെയെങ്കിലും ആ കുഞ്ഞുങ്ങൾ കടന്നു പോയിട്ടുണ്ടോ. അപ്പോൾ അവർ നേരിടുന്ന ഈ ഒരു എന്താ പറയുക സ്ട്രെസ് സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ഒരു നമ്മുടെ MTയുടെ കാലഘട്ടത്തിൽ വായിക്കുന്ന ഒരു കൂട്ടുകുടുംബം ഇതൊന്നും അവർ കണ്ടിട്ട് പോലും ഇല്ല. ഇന്ന് അത് വായിക്കുന്ന സമയത്ത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്ന്. പക്ഷെ ഇന്നത്തെ തലമുറ എഴുതുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ആ കണക്ടിവിറ്റിയാണ് ആ വായനയിൽ ഈ രീതിയിലുള്ള വായനയിലേക്ക് പോകുന്നത്. അതിൻ്റെ അർത്ഥം നാളെ അവൻ സാറാ ജോസഫിനെയോ അല്ലെങ്കിൽ മഞ്ഞു പോലുള്ള MT കഥകളോ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ കഥകളോ വായിക്കില്ല എന്നല്ല അർത്ഥം. ഒരുപക്ഷെ അവൻ കുറച്ച് കഴിയുന്ന സമയത്ത് വായനാ തലങ്ങളിലേക്ക് പോകും. TD സാറെയൊക്കെ അവർ വായിക്കുമായിരിക്കും കുറച്ച് കഴിയുന്ന സമയത്ത്. പക്ഷെ ഒരുപക്ഷെ ഈ വായനയിലേക്ക് ചേർത്ത് പിടിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ അവൻ്റെ ജീവിതത്തിൽ അവൻ എന്താണോ കാണുന്നത്, എന്താണോ ഫേസ് ചെയ്യുന്നത്, എന്താണോ കേൾക്കുന്നത്, അത് എഴുതി വെച്ചപ്പോൾ അതിന് സ്വീകാര്യത കുറച്ച് കൂടിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്ക് യു. ഒരു ചോദ്യം കൂടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാജമാഷൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. രാജമാഷ് പോലെ തന്നെ അതുപോലെയുള്ള ഇതിൽ ഏകദേശം എല്ലാവരും എനിക്ക് പരിചയമുണ്ട്, കണ്ടൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. രാജമാഷോട് പറയാനുള്ളത്, അതായത് ഞാൻ എൻ്റെ സ്വാർത്ഥതൊക്കെ എഴുതുന്നു എന്ന് പറയുന്ന അത് തുറന്നു പറച്ചിൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊന്നില്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ടേ? അപ്പുറത്തേക്ക് പോകും. നമ്മൾ എഴുതുന്ന സമയത്തേ നമ്മുടെ സ്വാർത്ഥതയുള്ളൂ. അത് പുസ്തകമായിട്ട് പോകുമ്പോൾ അതെത്തുന്ന കൈകളും മനസ്സും വ്യക്തിയും തീരുമാനിക്കും ഇത് എത്രമാത്രം നമുക്ക് എന്തൊക്കെ നമുക്ക് വേണ്ടത്, സമൂഹത്തിന് വേണ്ടത് ഉണ്ടെന്നൊക്കെ അതിന് രണ്ടാം ഭാഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എഴുതുമ്പം മാത്രമാണ് ഞാൻ എൻ്റെ സ്വാർത്ഥമായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ അത് എൻ്റെ പരിധിയിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ അതിൽ എൻ്റെ അംശമില്ല.
അത് വായനക്കാരുടെ അംശമാണ്, അവരത് തീരുമാനിക്കും. അതെ, അങ്ങനെ നമ്മളെ പല എഴുത്തുകാരും സമൂഹത്തെ കൂടി കണ്ടുകൊണ്ട് എഴുതുന്നു. ഇപ്പോൾ ടി.ഡി. രാമകൃഷ്ണനൊക്കെ എഴുതുന്ന, അപ്പോൾ ആ തലത്തിലേക്ക് കൂടി രാജൻ മാഷൊന്ന് ശ്രമിക്കണം എന്നുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു നിർദ്ദേശം കൂടി അതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ എഴുതുമ്പോൾ മാത്രമേ അങ്ങനെ അല്ല, അതിനായിട്ട് ശ്രമിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അതുകൂടി വരണ്ടേ. എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ലെങ്കിലും പിന്നെ അത് കഴിഞ്ഞാൽ അതങ്ങനെ വരാറുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ എഴുത്തുകാരന് സെൽഫ് മാർക്കറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിൽ പലപ്പോഴും എഴുത്തുകാരുടെ മൗനം എപ്പോഴും ചർച്ചയാവാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഈ എഴുത്തുകാരൻ പ്രതികരിക്കേണ്ടത് ഒരു അനിവാര്യതയാണോ? ചോദ്യം എല്ലാവരും കൂടി ആർക്കെങ്കിലും മറുപടി ഇടും. അത് നല്ല ചോദ്യമാണ്. ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു പുസ്തകം നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു നിരൂപണമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ കൂടി ആക്കുന്നു. അത് വളരെ ഇമ്പ്രസീവായിട്ട് അവതരിപ്പിക്കുന്നു. ഇപ്പം നമുക്ക് സിനിമകൾ പോലും നമ്മൾ നോക്കാം. നമ്മളിപ്പോഴും ഇവിടെ പറഞ്ഞു വന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വായിക്കുന്നത് ആ കുട്ടികളുടെ ജീവിതമാണ് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വായിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ വാഴ 2 പോലുള്ള സിനിമകളൊക്കെ കുട്ടികളെല്ലാവരും നെഞ്ചോട് ചേർക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ അവരുടെ ആ ഒരു ട്രെൻഡാണ് അതിലൂടെ കാണിക്കുന്നത്. അതൊരു ഡിജിറ്റൽ വേർഷൻ ആണല്ലോ ശരിക്കും ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു എഴുത്തിനും ഈ ഡിജിറ്റൽ വേർഷൻ ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. കാരണം കുട്ടികൾ മൊബൈലും ടി വിയും ഒക്കെ കണ്ട് ആ കളർ വേർഷൻ എല്ലാം ഇങ്ങനെ നല്ല കളർ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ട് വായും തുറന്ന് ഇരുന്ന് കണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്, ജീവിച്ച് പോകുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആനുകാലിക സംഭവങ്ങളിൽ സ്വാഭാവികമായിട്ടും പൊതുസമൂഹം പൊതുവേ നമുക്ക് എഴുത്തുകാർ പ്രതികരിക്കട്ടെ, സാംസ്കാരിക പ്രവർത്തകർ പ്രതികരിക്കട്ടെ എന്നുള്ള ഒരു ലേബൽ എപ്പോഴും ചാർത്തി കൊടുക്കുന്നു. അത് എഴുത്തുകാരായിട്ടുണ്ടാക്കുന്നതാണോ? പ്രതികരണശേഷി ഉള്ള ആൾക്കാർ, നിങ്ങളിപ്പോൾ ഒരു സമ്മേളനത്തിൽ ഇതുപോലുള്ള ഒരു വേദിയിൽ ഇപ്പോൾ ഇരുന്ന് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സംശയ നിവൃത്തി വരുത്താനൊക്കെ താല്പര്യപ്പെടുന്ന ആളും സോഷ്യലി കുറച്ചുകൂടി ഇടപെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഉടനെ എന്നിട്ട് ചോദിക്കും, സാർ എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം, ഒരു സംശയമുണ്ട്, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന്. ആ ലീഡർഷിപ്പാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. എഴുത്തുകാർ എന്തിനും ഏതിനും അവർ പ്രതികരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ട് ഈ ഡിജിറ്റലായിട്ടായാലും എങ്ങനെയായാലും ഈ നവമാധ്യമങ്ങളിലായാലും എഴുതിയിടുമ്പോൾ അവരെ ഒരു മോഡലായിട്ട്, ഒരു മോഡൽ ഐക്കണായിട്ട് നമ്മളവിടെ കാണുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർ പ്രതികരിക്കട്ടെ എന്ന് പറയുന്നു. അതേസമയം ഇതോട് ചേർത്ത് എനിക്ക് ചെറിയൊരു ഒരു അത് വിമർശനാത്മകമായിട്ടാണോ എന്ന് പറഞ്ഞുകൂടാ. പല സാംസ്കാരിക നായകന്മാരും ചിലപ്പോഴെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറച്ചൊന്ന് സൈലൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് ശ്രദ്ധിച്ചിട്ടോ എന്ന് പറഞ്ഞുകൂടാ. ആരെങ്കിലും ഒന്ന് തുടങ്ങി വെക്കട്ടെ, എന്നതിന് ശേഷം ഞാനും പറയാം എന്നൊരു രീതി. എത്ര പേര് യോജിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്ന് ക്ലോസ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ രീതി കൂടി ഒന്ന് മാറേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ പ്രതികരണം എഴുത്തുകാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് മൊത്തം പ്രതികരിക്കാം. പക്ഷേ കാതലായിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുന്നുവോ അവരാണ് എന്നും മുന്നിൽ വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ. ഹാപ്പിയാണോ? താങ്ക് യു. ഇനി ആർക്കും ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? അത്രയും ചോദിക്കണമെന്ന് കരുതി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് തരാവുന്നതാണ്. ഇല്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഈ 9 പേരും തങ്ങളുടെ സർഗാത്മക ലോകത്തെക്കുറിച്ച് അതിമനോഹരമായി സംസാരിച്ചു. അനുഭവങ്ങളിൽ നിന്ന് മുളപൊട്ടി അക്ഷരങ്ങളിലൂടെ പടർന്ന് വായനക്കാരൻ്റെ മനസ്സിൽ പൂത്തുലയുന്ന ഒന്നാണ് സാഹിത്യമെന്ന് ഈ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും പുസ്തകങ്ങളും അക്ഷരങ്ങളും നമുക്ക് പ്രത്യാശ നൽകുകയാണ്. കലുഷിതമായ ഈ കാലത്ത് വായന ഒരു അഭയസ്ഥാനമാണ്. നമ്മുടെ ചിന്തകളെ ഉണർത്തിയ ഈ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തവർക്കും ഇതിൽ ശ്രവിച്ചവർക്കും എല്ലാവർക്കും കൈരളി ബുക്സിനും ഹൃദയം നിറഞ്ഞ നന്ദി.